നമുക്ക് അതാണ് നമ്മുടെ മുമ്പിൽ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. ഇതിനകത്ത് ഈ യുദ്ധം അനിവാര്യമായിരിക്കുന്നത്, ആവശ്യമായിരിക്കുന്നത് ഇസ്രയേലിന്റെ ഒരു ആവശ്യമാണ്, അമേരിക്കയുടെ പോലും ഒരു ആവശ്യമല്ല. അമേരിക്ക കച്ചവട താല്പര്യങ്ങളുണ്ട്, പിന്നെ അവരുടെ അതീശത്തെ അംഗീകരിക്കാതെ വരുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതിനെ അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചിടുന്നത് ഇസ്രയേലാണ്. അപ്പോൾ ഇസ്രയേലിന്റെ താല്പര്യപ്രകാരമാണ് ഈ യുദ്ധം നടന്നത്. ഇതിനു മുൻപുള്ള യുദ്ധങ്ങളും ഇറാഖ് യുദ്ധം നടന്നതും അങ്ങനെയായിരുന്നു, ഇതും അങ്ങനെയാണ്. അപ്പോ അതൊരു ഭീഷണമായൊരു ലോക സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഇറാനെ സംബന്ധിച്ച് അവരുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് പ്രത്യാക്രമണം നടത്തുന്നുള്ളത്. അവരല്ല ആക്രമണം ആരംഭിച്ചതും അവരല്ല ആക്രമണം നടത്തുന്നതും. അവർ നടത്തുന്നത് പ്രത്യാക്രമണമാണ്. അതേസമയം അവരുടെ ആണവ നിർമ്മാണ സംവിധാനങ്ങളെ, ഫെസിലിറ്റീസിനെയാണ് ലക്ഷ്യം വെച്ചാണ് പ്രധാനമായ ആക്രമണങ്ങൾ നടക്കുന്നത്. അപ്പോ ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് കൃത്യമായി നിശ്ചയമില്ലാത്തൊരു കാര്യം, ഇറാന്റെ പ്രതിരോധ ശേഷി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് നല്ല നിശ്ചയമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് എത്ര കാലം നീണ്ടുപോകുമെന്ന് നമുക്ക് പറയാനും തൽക്കാലം നിർവാഹമില്ല. തന്നെയല്ല, ഇറാനിനുള്ളിൽ ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ട്. ആഭ്യന്തരമായ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഉപരോധ നിമിത്തം, അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിന്റെയും നേതൃത്വത്തിൽ നടന്ന ഉപരോധങ്ങൾ നിമിത്തം സാമ്പത്തികമായി ആ രാജ്യം നടുവൊടിഞ്ഞിരിക്കുകയാണ്. റിസോഴ്സ്ഫുൾ ആയ ഒരു രാജ്യമാണ് ഇറാൻ, ധാരാളം എണ്ണ സമ്പത്തുള്ള ഒരു രാജ്യം. ഇന്ത്യയുമായി ചരിത്രാതീത കാലം തൊട്ടേ ബന്ധമുണ്ടായിരുന്ന, ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക് പാർട്ണർ എന്ന് പറയാവുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ആ ഇറാന്റെ എണ്ണ വിൽക്കാൻ അനുവാദമില്ലാതെ അവിടെ സാമ്പത്തിക പ്രതിസന്ധി വരികയും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്ത് അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാമെന്നല്ലാതെ ഇടപെടേണ്ട കാര്യമില്ല. അതേസമയം ആക്രമിക്കുന്ന രണ്ട് രാജ്യങ്ങൾ ആണവ രാജ്യങ്ങളാണ്. ആ ആണവ രാജ്യങ്ങൾ മൂന്നാമതൊരു രാജ്യത്ത് ആണവായുധം ഉണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞ് ആ ഒരു രാജ്യത്തെ ആക്രമിക്കുന്നു. എന്തൊരു ലോകക്രമമാണ്! ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ലോകത്ത് ഒരു പ്രത്യേകതരം ക്രമം രൂപപ്പെട്ടു വന്നിരുന്നു. അതായത് ശക്തി ഉണ്ടെങ്കിലും ശക്തി ഇല്ലെങ്കിലും ഒരു രാജ്യത്തിന് നിലനിൽക്കാം, ദരിദ്രമെങ്കിലും സമ്പന്നമെങ്കിലും നിലനിൽക്കാം. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ മറ്റു രാജ്യം ഇടപെടില്ല എന്നുള്ള നിലയിൽ കാട്ടുനീതിക്ക് അപ്പുറത്ത് ബലപ്രയോഗം നടന്നത് ഒരു കാട്ടുനീതിക്ക് അപ്പുറത്തേക്ക് ഓരോ രാജ്യങ്ങളുടെയും പരമാധികാരത്തെ അംഗീകരിക്കുന്ന ഒരു സംവിധാനം ലോകത്തിലുണ്ടായിരിക്കുന്നു. അതാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഒരു പ്രശ്നം എന്ന നിലയിൽ നമ്മൾ ഇതിനെ കാണേണ്ടത്. ഒരു രാജ്യം അത് അമേരിക്കയുടെ അധീശത്വം അംഗീകരിക്കാതിരുന്നാൽ അതിനുമേൽ എന്തെല്ലാം ആരോപണങ്ങൾ കൊണ്ടുവരാമോ, അതിനുവേണ്ടി ഇസ്ലാമോഫോബിക്കായ ആരോപണങ്ങൾ കൊണ്ടുവരാം, അവർ ഇസ്ലാമാണെന്ന് പറയാം, അവരുടെ പേരിൽ കൂട്ടനശീകരണ ആയുധങ്ങളുണ്ടെന്ന് പറയാം, അവർ മയക്കുമരുന്നിന്റെ തലസ്ഥാനമാണെന്ന് എന്തെല്ലാം ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതിന് ശേഷം ആ രാജ്യത്തെ ആക്രമിക്കുകയോ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോവുകയോ ഇല്ലെന്നൊരു ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തുകൊണ്ട് ഒരു പ്രത്യേകതരം ലോകക്രമം വീണ്ടും രൂപപ്പെട്ടു വരികയാണ്. ഇതിൽ ആശങ്കപ്പെടേണ്ടതുണ്ട്. അത് ഭാവിയെ ബാധിക്കുന്ന ഒന്നാണ്. അപ്പൊ അതിനൊക്കെ ഒരു അന്ത്യം വരേണ്ടതുണ്ട്. അത് ഈ യുദ്ധം കൊണ്ടുവരുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എങ്കിലും ലോക രാഷ്ട്രീയ സാഹചര്യം നല്ലതിൽ നിന്ന് മോശമായതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മോശമായൊരു സാഹചര്യം, നമ്മൾ മെച്ചപ്പെട്ട മനുഷ്യരായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് മറ്റൊരു രാജ്യത്തിന് പരമാധികാരം അംഗീകരിക്കുന്ന ഒരു സംവിധാനം ലോകത്തിൽ ഇപ്പം നിലവിൽ നിൽപ്പുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ തൊട്ട് സമീപ രാജ്യമായ മ്യാൻമാറിൽ എന്തെല്ലാം മനുഷ്യാവകാശ നിഷേധങ്ങൾ നടക്കുന്നു. പക്ഷെ നമ്മളാരും ആക്രമിക്കാൻ പോകാറില്ല. അതവരുടെ ആഭ്യന്തര പ്രശ്നമായി പരിഗണിക്കും. അന്താരാഷ്ട്ര ഇടപെടലിന് ആവശ്യമുണ്ട് എങ്കിൽ അതിനുള്ള ഫോറമുണ്ട്. ആ രീതിയിൽ കൈകാര്യം ചെയ്തിരുന്ന സ്ഥാനത്ത് നിന്ന് മാറി നമുക്കിഷ്ടമില്ലാത്ത രാജ്യങ്ങളെ, നമ്മളെക്കാൾ ശക്തി കുറഞ്ഞ രാജ്യങ്ങളെ, നമുക്ക് ആക്രമിക്കാൻ കഴിയുമെന്ന് തോന്നുന്ന രാജ്യങ്ങളെല്ലാം കയറി ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് വരുന്നത് ലോക സമാധാനത്തിനൊരു ഭീഷണിയാണ്. അപ്പൊ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. കാരണം ഇറാനെ സംബന്ധിച്ച് ജിയോ പൊളിറ്റിക്കലായ പ്രശ്നമല്ലാതെ മറ്റു രാജ്യങ്ങളെ ഭൂഖണ്ഡങ്ങൾ കടത്തിയെന്ന് ആക്രമിച്ച ഒരു ചരിത്രമില്ല. അവർക്ക് ആഭ്യന്തര പ്രശ്നം നിശ്ചയമായുണ്ട്. അതൊരു മതഭരണകൂടമാണ്. അത് മതഭരണകൂടത്തെ നമ്മൾ ആരും അംഗീകരിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ അതെല്ലാം അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കേണ്ടതാണ്. ഒരു അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ ഉണ്ടാകേണ്ട സമയത്ത് ഇടപെടുകയും അതിനുള്ള ഫോറംസും നമുക്കുണ്ട്, യുണൈറ്റഡ് നേഷൻസ് പോലെയുള്ള. അല്ലാതെ ഒരു രാജ്യത്ത് കടന്നു കയറി ആക്രമിക്കുക, 2 മാസങ്ങൾക്ക് മുമ്പ്, 1 മാസം മുമ്പ് നമ്മൾ കൊണ്ട് മറ്റു രാജ്യത്ത് കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോവുക. ഏതാണ്ട് 22ഓളം രാജ്യങ്ങളെ കഴിഞ്ഞ് 50 വർഷം കൊണ്ട് മറിച്ചിടുകയോ ആക്രമിക്കുകയോ ചെയ്ത ഒരു രാജ്യമാണ് അമേരിക്ക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന രാജ്യമാണ് അമേരിക്ക. എന്നിട്ടാണ് ആണവായുധം ഉണ്ടാക്കിയേക്കാം, ഭാവിയിൽ അപകടമായേക്കാം എന്ന് പറഞ്ഞ രാജ്യത്തെ ആക്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഹർഷൻ പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം നമ്മുടെ ഒരു ജില്ലയായി, കേരളത്തിന്റെ മറ്റൊരു ജില്ലയായി പരിഗണിക്കേണ്ട അത്രയും മലയാളികൾ താമസിക്കുന്ന, ഇന്ത്യക്കാർ താമസിക്കുന്ന ഈ പ്രദേശങ്ങളിൽ വന്ന അശാന്തി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ല ജനങ്ങൾക്ക്. എത്രയോ കോളുകൾ നാട്ടിൽ നിന്ന് വരുന്നു. വർഷങ്ങളായി ബന്ധപ്പെടാതിരുന്ന സുഹൃത്തുക്കൾ പോലും വിളിച്ചു ചോദിക്കുന്നു, സേഫ് അല്ലേ, അവിടെ ഓക്കെ അല്ലേ, എന്താണ്? കാരണം ഈ മാധ്യമങ്ങളിലൂടെ കാണുന്ന വാർത്തകൾ അവർ പരിഭ്രാന്തനാണ്. അപ്പോൾ പ്രേക്ഷകരോടായിട്ടും ഹർഷനോടായിട്ടും എനിക്ക് പറയാനുള്ളത്, പരിഭ്രാന്തിയിലേക്ക് പോകേണ്ട കാര്യം തൽക്കാലമില്ല. എങ്കിലും ഒരു യുദ്ധം എന്ന നിലയിൽ നാളെ എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ ഈ രാജ്യങ്ങളൊന്നും, ഈ ഗൾഫ് രാജ്യങ്ങളൊന്നും ഇറാന്റെ ശത്രു രാജ്യങ്ങളല്ല. മറിച്ച് ഇവിടെ അവരുടെ ശത്രുവിന്റെ ബേസ് ഉള്ളതുകൊണ്ട് അവിടെ മാത്രമാണ് ആക്രമിക്കുന്നത്. ഇതെല്ലാം സഹോദര രാജ്യങ്ങളാണ്. അപ്പൊ അതിനപ്പുറത്തേക്ക് അത് പോകുമെന്ന് തൽക്കാലം നമ്മൾ പ്രതീക്ഷിക്കേണ്ട, സമാധാനമായി ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. കർഷകൻ